ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് ഒരു പ്ലെയിനാണ്. പ്ലെയിൻ നമുക്ക് ഓൺലൈനിൽ വാങ്ങിയതാണ്. അത് ഫ്രെയിമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നമ്മൾ മോട്ടോർ സെറ്റ് ചെയ്ത് ഒന്ന് പറപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നേരെ പ്ലെയിൻ നിർമ്മിക്കുന്ന വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഗ്ലൈഡർ പ്ലെയിനാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ മോട്ടറിൻ്റെ കണക്ഷൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫിൻ്റെ കണക്ഷനും ബാറ്ററികളുടെ കണക്ഷനും നമ്മൾ വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മോട്ടറും ഇതിൻ്റെ അതിൽ ഫിറ്റ് ചെയ്യുന്ന ഈ ഫ്യൂസേജിൻ്റെ മുകളിലാണ്. അപ്പോൾ നേരെ ഗ്ലൈഡർ ആയതുകൊണ്ട് നമുക്ക് നേരെ 2 എയറോളോണും അതേപോലെ തന്നെ അതിൻ്റെ ഫ്ലാപ്പ് നമ്മൾ നേരെ കൺട്രോളിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പറക്കുന്ന സമയത്ത് നേരെ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ RC അങ്ങനെ കൺട്രോളൊന്നുമില്ല. ഒറ്റ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും തട്ടിയാൽ അവിടെ നിൽക്കും എന്നല്ലാതെ മോട്ടർ സ്റ്റക്കായി നിൽക്കും. നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും ഇല്ല. അപ്പോൾ ഇതിലൊരു കട്ടിങ് ചെയ്ത് ഞാനിവിടെ വരച്ചിരിക്കുന്നുണ്ട്. എയിലറോണൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയിലറോണൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മേലോട്ടും താഴോട്ടൊക്കെ ആക്കണമെങ്കിൽ ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലെയിൻ ഒന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ ചിരിക്കാനൊക്കെ. അതുപോലെ തന്നെ ബാക്ക് ഭാഗത്താണ് എലിവേറ്റർ. ഈ എലിവേറ്ററും ഇതിൻ്റെ നേരെ ഫ്യൂസേജിൻ്റെ മുകളിൽ ഒരു റഡറുണ്ട്. റഡർ നമുക്ക് ഈ ഫ്യൂസേജിൻ്റെ മുകളിൽ നിന്ന് റഡർ നേരെ മേലോട്ട് വെക്കുന്ന ഭാഗം റഡറാണ്. അപ്പോൾ റഡർ നമുക്കൊന്ന് കട്ട് ചെയ്ത് കണ്ട് നമുക്ക് ഒന്ന് ബാക്ക് ഭാഗത്ത് കട്ട് ചെയ്തൊരു പീസ് വരച്ചിട്ടുണ്ട്. ആ വര ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ആക്കി കഴിഞ്ഞാൽ പ്ലെയിൻ നമുക്ക് ലെഫ്റ്റിലേക്ക് ലൈറ്റിലേക്കൊക്കെ ഒന്ന് ചലിപ്പിക്കാം. അതുപോലെ ഈ ഫ്യൂസേജിൻ്റെ മുകളിൽ ഒരു ചെറിയ കട്ടിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ ഫസ്റ്റത്തെ എയിലറോണ് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചിറക് നേരെ കണക്ട് ചെയ്യുന്നതിൻ്റെ മുകളിലാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഈ മോട്ടറൊക്കെ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫ്യൂസേജിൻ്റെ കട്ടിങ്ങിനുള്ളിലേക്ക് നമ്മൾ ഇറക്കി വെക്കുകയാണ്. ആ മോട്ടറും അതുപോലെ തന്നെ അതിൻ്റെ ബോർഡും ബാറ്ററിയൊക്കെ നമ്മൾ കട്ടിങ്ങിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഫാന് കറങ്ങുന്ന സമയത്ത് അതിൻ്റെ വയറോ ഇതൊന്നും തട്ടരുത്. പിന്നെ നമ്മൾ പറന്ന് കഴിയുന്ന സമയത്ത് നമ്മുടെ പ്ലെയിൻ എവിടെയെങ്കിലും മരത്തിൻ്റെ ചില്ലയിലോ എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ തന്നെ ആ ഫാന് അവിടെ നിന്ന് ഹൈ പവറൊന്നും ഉണ്ടാവില്ല. പിന്നെ കോർലെസ് മോട്ടറാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ സിസ്റ്റം തന്നെ നമ്മളെ ബോർഡുണ്ട്. അതിൻ്റെ വീഡിയോസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫാനൊന്ന് എവിടെയും തട്ടുകയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക് കട്ടാവുന്ന സിസ്റ്റമാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കോർലെസ് മോട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു എയിലറോണിൻ്റെ ചിറകിൻ്റെ മുകളിലൊക്കെ ചെറിയൊരു കട്ടിങ് ഉണ്ട്. കമ്പനി, അതായത് നമുക്ക് നേരെ ഓൺലൈൻ വാങ്ങിയപ്പോൾ കിട്ടിയ ചിറകുകളാണ്. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഒരു മോട്ടർ അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ തന്നെ സെല്ലോ ടാപ്പിൻ്റെ ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഇളകി പോകാതിരിക്കാൻ ഏത് കാരണവശാലും ഈ മോട്ടർ ഇളകി പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇതിവിടെ സെറ്റ് പറക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ തട്ടി പോകുന്നതിനുണ്ട്. അതുപോലെ തട്ടാതെ അതിൻ്റെ ലീഫ് നമ്മൾ തട്ടാത്ത വിധത്തിൽ എക്സ്ട്രാ ഒരു സെല്ലോ ടാപ്പും കൂടെ ഒട്ടിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് സെറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ കാണാം ജസ്റ്റ് ആ മോട്ടർ കറങ്ങുന്നത്. അപ്പോൾ മോട്ടർ കറങ്ങുന്ന സമയത്ത് കാറ്റിനെ ബാക്കോട്ടാണ് തള്ളുക. അപ്പോൾ ബാക്കോട്ട് തള്ളുന്നതിന് ഈ ഒരു പ്ലെയിന് ഗ്ലൈഡർ നേരെ ഫ്രണ്ടിലേക്ക് പോകണമെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു കൺട്രോളിങ്, അതായത് മുകളിലേക്ക് പൊന്താനുള്ളതൊക്കെ ഈ ഗ്ലൈഡറിൻ്റെ മുകളിൽ വരുന്ന എയിലറോൺ ഈ ഒരു ചിറകും അതേപോലെ തന്നെ ബാക്കിൽ വരുന്ന റഡറും അതുപോലെ തന്നെ എലിവേറ്ററും ഒക്കെ ചലിച്ചിട്ടാണ് നമ്മുടെ പ്ലെയിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഒരു RC ആണെങ്കിൽ കൺട്രോൾ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എലിവേറ്ററും റഡറൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവോ മോട്ടറൊക്കെ കണക്ട് ചെയ്തതിന് ശേഷം വലത്തോട്ടും ഇടത്തോട്ടും ചലിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിനിന് ഇടത്തോട്ടോ വലത്തോട്ടോ പോലെ മുകളിലേക്ക് പോകണേ മുകളിലോട്ട് താഴോട്ട് നമ്മൾ ഒന്ന് പ്ലെയിനൊക്കെ ലാൻഡിങ് ചെയ്യുന്ന സമയത്തൊക്കെ ചിറകൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സെർവോ മോട്ടർ കണക്ട് ചെയ്താണ് RC ഒക്കെ കൺട്രോൾ ഇതിന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ എത്രയും വലിയൊരു ബഡ്ജറ്റിൽ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു മോട്ടർ ഒരു സ്വിച്ചും അതേപോലെ തന്നെ ലിഥിയം ലിപ്പോ ബാറ്ററിയാണ്, വെയിറ്റ് ഇല്ലാത്ത ബാറ്ററിയും അതേപോലെ ഈ കൺട്രോളിംഗ് ബോർഡും യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിങ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ നേരെ വരുന്ന ഈ എയിലറോണിൻ്റെ ഈ വലിയ 2 എയിലറോണിൻ്റെ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലായിരിക്കും വരുന്നത് വലുതും, അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഭാഗത്ത് വരുന്നത് ചെറിയൊരു എയിലറോണിൻ്റെ ഒരു ചെറിയൊരു കട്ടിങ് അടിഭാഗത്ത് ചെറിയൊരു ഫ്യൂസേജ് ചെറിയൊരു കട്ടിങ് ഉണ്ട്. അതിൽ കൂടെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നേരെ ഹോളിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത അടിയിലുള്ള അതിൻ്റെ അടുത്ത ചിറകും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ 2 വിങ്സും നമ്മൾ 2 എയിലറോണ്ടതാണ് വരുന്നത്. രണ്ടും നമ്മൾ അങ്ങോട്ടൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ചിറകുകളും തമ്മിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പ്രസ് ആവാതൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ എക്സ്ട്രാ 2 ലോക്കും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ലോക്ക് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വലിയ ഭാഗം, അതായത് വലിയ ചിറകിൻ്റെ ഇതിലേക്ക് വലിയ കട്ടിങ് ആണ് വരുന്നത്. ആ ഒരു കട്ടിങ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം. ആ ഒരു കട്ടിങ് വലിയ ഭാഗം നമ്മൾ നേരെ വലിയ ലോക്കിലേക്ക് പിടിക്കും. അതിന്
അല്ല എയിലറോൻ്റെയും ഇതിൻ്റെയും 2 എയിലറോൻ്റെയും മുമ്പിലായി സൈഡിലായിട്ട് ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങിലെ കറക്റ്റ് 2 ഇതിലേക്കും ഇറങ്ങുന്ന വിധത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത് നമ്മുടെ എലിവേറ്റർ വരുന്ന ഫ്ലാപ്പ് കണക്ട് ചെയ്യുന്നതാണ്. ഇതിന് നമുക്ക് എലിവേറ്ററിൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സൈഡിലേക്ക് ഉണ്ടാക്കാം. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ മോട്ടർ കറക്റ്റ് ആക്കുന്ന ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അതുപോലെ കട്ടിങ്ങിൽ നമ്മൾ കുടുക്കി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ചു നോക്കാം. നമുക്ക് നിലത്ത് വെച്ചാൽ എയറിൻ്റെ പവർ എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് സ്വിച്ച് ഇട്ടൊന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ പവർ തന്നെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. ടെസ്റ്റ് അടിച്ചു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സി യു.